ഇതുമുകളിലേക്ക് ഉണ്ടായ അനുഗ്രഹമായി തീരുവാൻ ശുശ്രൂഷയുടെ കർത്താവ് ആസ്വദിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ അടുത്ത് വരുന്നു. നാടുകളിൽ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ പുതിയ മാസത്തിന്റെ 1-ാം ദിവസം ദൈവസന്നിധിയിൽ ഈ വർഷത്തിന്റെ 1-ാം മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവുടെ യാത്രയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ 2 മാസം ഈ വർഷത്തിൽ ഞങ്ങളെ വിട്ടു കടന്നുപോയപ്പോൾ ഞങ്ങളെ പരിപാലിച്ച, സൂക്ഷിച്ച, വഴി നടത്തിയ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ നടക്കൊണ്ട് ഞങ്ങൾക്ക് മറുപടി അയച്ച കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി നന്ദിയുടെ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം കരയ്ക്കുന്നു. സ്തുതി സ്തോത്രയാളങ്ങളാൽ ഹല്ലേലൂയ. അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ, അവിടുത്തെ നാമത്തെ പാടി ആരാധിക്കുവാൻ, ഇന്ന് പകൽക്കാലം സത്യമാത്മാവിലുള്ള ആരാധന ഈ ദേശത്ത് വെളിപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുക്കല്ലോ. ഞങ്ങൾ സ്തുതിക്കുന്നു. ഇതുപോലത്തെ ആരാധന അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നപ്പ നാളുവരെയും നടത്തിയ ദൈവത്തിന്റെ കൃപയായി കർത്താവിന്റെ കരുതലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയായി ഞങ്ങൾ ബുദ്ധിമാറ്റിൽ കരയിൽ സമർപ്പിക്കുന്നപ്പ അതിനടുത്ത പരിശുദ്ധാത്മാവിന്റെ വിധി നടത്തിപ്പ് ഈ കൂട്ടായ്മ ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവിന്റെ നാമം ഞങ്ങളിൽ മഹിമപ്പെടട്ടെ. പ്രാർത്ഥനയിലിരിക്കുകയാണ്. സ്തോത്രം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ വന്ദനം. ആരാധനയായി എല്ലാവരും ഓർമ്മ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധന.
പാടി ദൈവത്തെ മുഖപ്പെടുത്താം. 30-ാം സങ്കീർത്തനം വാക്യബദ്ധമായി പാടി ദൈവത്തെ മുഖപ്പെടുത്താം. Psalm number 30. We read the psalm responsibly and we go to God. Psalm number 30, 30-ാം സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിട്ടിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. പ്രസാദമോ ജീവവരുത്തുകൊണ്ടത്. സന്ധ്യകൾ കരച്ചിൽ രാപാർക്കും ഉഷസകമോ ആനന്ദഘോഷം വരുന്നു. നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ പ്രമിച്ചുപോയി. ഞാൻ കുഴിയിറങ്ങിപ്പോയാൽ രക്തം കൊണ്ടെല്ലാകുമ്പോഴും ദൂരത്തിനെ സ്തുതിക്കുമോ, അതിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അടുത്ത വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നീ എന്റെ You have turned my morning into dancing. Hallelujah. Praise the Lord. ഇവിടെ പകൽക്കാലം നമ്മുടെ കരച്ചിലിനെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ. ഒരുമിച്ച് വീണ്ടും Hallelujah പാടി Hallelujah. Let's worship God along with the English word. Hallelujah. Where Jesus gave his life on it. The cross that was once a symbol of suffering and shame became a symbol of love, forgiveness, and redemption. As we sing, let us remember this old rugged cross, the place where mercy and grace was freely given to us, and that our hearts be drawn closer to God in gratitude and also in worship. Thank you.
you, Lord, for the cross. Thank you, Lord, for the cleansing flow. Hallelujah. That made me righteous. Hallelujah. In the presence of God we are standing. Hallelujah. By the cross. And the cross cleansed and made righteous by His grace. Hallelujah. Without the krupaykkayi nandi. അവിടുന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച അശുദ്ധമാക്കി തീർന്ന രക്തത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവസാനം രക്തവരെ ഒഴുകിയ ദൈവകൃപയ്ക്കായി നന്ദി. Hallelujah. Lord, we thank you and praise you for this day. Thank you, Lord, for helping us to worship you, God. Thank you, Lord, for your presence in our midst. As we are going to be in your presence, as your table is right in front of us, as we are going to celebrate, oh God, your death and your resurrection, and also you're coming back, oh God, and we are declaring that you're going to come back, oh God. You be with us throughout this ceremony, oh God, throughout this ministry, oh God. Hallelujah. Throughout this worship service, we submit ourselves into thy mighty hands. Thank you, Lord, for hearing our prayers. In Jesus' mighty name we pray. Amen. Please be seated in the presence of God. Hallelujah. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ദിവസത്തിലായിരിക്കാൻ കർത്താവിടെ ആകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സംഗീതഭാഗമായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിന്റെ തിരുമേശയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 30-ാം സങ്കീർത്തനം സ്തോത്രം. ഹല്ലേലൂയ. ഭവന പ്രതിഷ്ഠ ഗീതമായി ദാവീദ് പറയുന്നു. ദാവീദ് പാടിയ especially it is called as not only as our own house, but it is the house is set here, the title, it is a temple of God, the dedication of the temple of God. That time he has sung this song, that is what the heading says. How to position our ആലയത്തിന്റെ സമർപ്പണ ശുശ്രൂഷയിൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനമായി കാണും. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നത് സ്തോത്രം. ദാവീദ് ദൈവത്തെ പുകഴ്ത്തുന്നു, ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കുന്നു. David praises God, he extols his holy name, and he says, I cried for help and you have gained me. Praise the Lord. ഞാൻ നിലവിളിച്ചു, ഹല്ലേലൂയ, നീ എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. Praise the Lord. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയിച്ചിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. This can be a testimony for many of us. Hallelujah. Many times we thought this is the last moment of our life. This is a place where we cannot come back. But our God has healed us and brought us into such a position, such a situation where He has restored us. Hallelujah. He has redeemed us. Let's thank God for multiple times God has done that in our lives. പലപ്പോഴും ദൈവം നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ചെയ്ത ജീവരക്ഷയ്ക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവിന്റെ കരുണയാണ്, ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വളരെയധികം ചിന്തിച്ച ഒരു ഭാഗമാണ്. ഞാൻ ഒരു നാളും കുലുങ്ങി പോവുകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. As for me, I said in my prosperity, I shall never be moved. Praise God. But by your favor, Lord, you made my mountain stand strong. Hallelujah. Praise the Lord. Next line is very interesting. You hid your face, I was dismayed. Hallelujah. ഞാൻ ഒരു നാൾ കുലുങ്ങി പോയെന്ന് സുഖകാലത്ത് പറഞ്ഞു, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. That is what prosperity. In the time of prosperity we see, He makes our mountains stand. Hallelujah. Praise the Lord. Stand strong. But one thing happened. നീ എന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. Praise God. Hallelujah. The people of God, the earthly prosperity is a gift, and at the same time it is a test. Praise God. Hallelujah. ദൈവം നൽകുന്ന അനുഗ്രഹം, ദൈവം നൽകുന്ന സമൃദ്ധി, ഹല്ലേലൂയ, അതൊരു ദൈവത്തിന്റെ ദാനമാണ്. എന്നാൽ അതൊരു പരീക്ഷണശാല കൂടിയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നു. The earthly prosperity, earthly blessing, the favor of the Lord is a gift, but at the same time it's a test. Praise God. Hallelujah. ദൈവം നമ്മെ സമൃദ്ധി നൽകി അനുഗ്രഹിച്ചിട്ട് ദൈവം മാറി നോക്കും നാം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നാം സ്തുതി പറയുമ്പോൾ, നന്ദി പറയുമ്പോൾ, സ്തോത്ര പ്രാർത്ഥന നടത്തപ്പെടുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. God is much concerned about how you are dealing with that prosperity. Hallelujah. How you are dealing with that favor that God has showered upon you, that has transformed you, that has brought you closer to God. ദൈവത്തിനോട് അടുപ്പിക്കാനോ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുവാനാണോ അത് ഉതകിയത്
എന്നും ദൈവം തമ്പുരാൻ പരിശോധിച്ചു നോക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ നാം വിചാരിക്കും ഇത് സ്ഥിരതയുള്ളതാണ്, അനുഗ്രഹം. ഹല്ലേലൂയ. സ്തോത്രം. You made my mountain stand strong. Praise God. It is God who has done that, but we took credit of that. Praise many times. And you have to think one thing, but one most important thing about God's prosperity. It is a gift. ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. We don't deserve it, but by God's grace He has given that to us. Praise God. Hallelujah. It's not an ultimate gift. എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല ഭൂമിയിലെ അനുഗ്രഹം. Praise God. എത്ര അനുഗ്രഹം നാം പ്രാപിച്ചാലും അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഭൗതികമായതിനെ കുറിച്ച് ഞാൻ പറയും. സ്തോത്രം. It is not the ultimate gift, but it's a real tangible blessing. Praise God. It can be wavering, it can be taken away from us. Hallelujah. Job was a blessed person, but most of his blessings, the material blessings, was taken away on a fine morning from his life, and his faith was unwavered. Hallelujah. അവന്റെ വിശ്വാസം പോയില്ല, അവൻ ദൈവത്തോട് ചേർന്ന് വന്നു. Hallelujah. Praise the Lord. And fragile as every prosperity can be. Hallelujah. Every prosperity can many times be fragile and momentarily, but one thing is very sure: David, in his life, he became prideful. Hallelujah. He became prideful, and he thought it was his strength. Hallelujah. He can never be moved. The promises of God was there. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിടെ ഉണ്ട്. So he thought this will never make him move. But God hid his face. ദൈവത്തിന്റെ മുഖത്തെ മറച്ചപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. Praise the Lord. ഭ്രമിച്ചു പോയി. Hallelujah. Praise the Lord. One of the most important attitude we need to have in our life is when God blesses us, when God lifts you up. Praise the Lord. He has lifted us up many times in our life from the pit. Hallelujah. From the miry situations. Hallelujah. Martyr situations. God has lifted us up. നാം കുഴഞ്ഞ ചേറ്റിൽ കിടന്ന അവസ്ഥയിൽ ദൈവം നമ്മെ വിടുവിച്ചു, വേർതിരിച്ചല്ലേ, വിളിച്ചു, വേർതിരിച്ചു, ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. നമ്മെ ദൈവം എത്രത്തോളം ഉയർത്തുന്നു അത്രത്തോളം നാം ദൈവത്തിൽ കാണണം. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരടി കടത്തുമ്പോ ലോകം നമ്മെ 10 അടി ഉയർത്തും. ലോകം ഉയർത്തിയില്ലെങ്കിലും നമ്മുടെ സ്വയമായ നമ്മുടെ ജഡം ദൈവം ഇട്ടതിന്റെ മേലിൽ സ്റ്റൂളിട്ട് നമ്മെ കിടത്തും. ഹല്ലേലൂയ. That is our flesh. Praise God. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ക്രിസ്ത്യൻ maturity എന്ന് പറയുന്നത് വർഷക്കണക്കിലാണ്. Christian maturity is not how many years you are serving God. Christian maturity is not the theological degree you have. Christian maturity is not the ordination or the credentials you are having. Christian maturity is not how good a pastor or a leader you are. Christian maturity is not learning the Bible verses by heart. Christian maturity is not even knowing the word of God. Praise God. Christian maturity is understanding each and every day that you are a fleshly being redeemed by God. Hallelujah. Even though you are redeemed on a daily basis, you have to remind yourself that I am living in this flesh. Hallelujah. This fallen flesh. Hallelujah. And I need to be regenerated day by day. Hallelujah. In my life in order to fight against this flesh. Hallelujah. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത് hallelujah. Christian maturity is more and more. The day you stop doing that, you will grow down. Hallelujah. നിന്റെ നീ ജഡത്തിലാണ് വസിക്കുന്നത്. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവമാണെങ്കിലും നീ ജഡത്തിൽ വസിക്കുന്ന വീണ്ടുപോയ ജഡത്തിൽ വസിക്കുന്ന ദൈവമായതാണ്. എന്ത് ദിനം പ്രതി നിന്നെ തന്നെ ഓർപ്പിച്ചുകൊണ്ട് ദിനം പ്രതി ഹല്ലേലൂയ ആ ജഡത്തോട് പോരാടി, ലോകത്തോട് പോരാടി, വിശാലിനോട് പോരാടി മുന്നേറുവാൻ ആത്മബലത്തോടെ തങ്ങളെ തന്നെ പ്രശിക്ഷണം ചെയ്യുന്ന ഒരു ദൈവമായതാണ് ക്രിസ്തീയ പക്വതയിലേക്ക് വളരുന്നത്. അല്ലാത്തവർക്ക് ഒരിക്കലും വളരുവാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അത് വാസനായ വിശ്വാസം
Hallelujah. Praise the Lord. He has seen all those things. അവന്റെ ജീവിതത്തിൽ സമ്മിശ്രമായ പല അനുഭവങ്ങളും കണ്ടവനാ ദാവീദ്. ദാവീദ് പറയുകയാ, ഞാൻ സമൃദ്ധിയിലേക്ക് വന്നു. ഒന്നുമില്ലാതെ ദൈവത്തെ ഉയർത്തി സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. സമൃദ്ധിയിൽ ഞാൻ സ്വയത്തിൽ അഹങ്കരിച്ചപ്പോൾ, when pride came to my life, I have fallen into the pit. Praise the Lord. ഞാൻ കുഴിയിലേക്ക് വീണുപോയി. എന്നാൽ ഞാൻ നിലവിളിച്ചപ്പോൾ നീ എന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നശിച്ചു പോകരുത്, ഞാൻ കുഴിയിൽ ഇറങ്ങി പോകരുത്, എന്നെ രക്ഷപ്പെടുന്ന ലാഭമുള്ളൂ എന്ന് നിലവിളിച്ചപ്പോൾ അവരെ ഉയർത്തി. ആ ഉയർച്ചയുടെ ഭാഗമായി ദൈവത്തിനുള്ള സ്തുതിയാണ് ഇന്നാണെങ്കിൽ നമുക്ക് വീഴ്ചകൾ വരാം, കാഴ്ചകൾ വരാം, കുറവുകൾ സംഭവിക്കാം. നീ അവിടെ തുടരുക. ദൈവത്തിന്റെ ഒരു മടങ്ങി വരിക. We have to be very serious about that. Hallelujah. We shall not be wavering people. We shall not be carried away by this and that, this thought and that thought, by the comments of people. We shall not be carried away by that. We have to come back to the Word of God. And we have to live a life according to the Scripture. The Scripture has clear guidelines how to live a Christian life. Hallelujah. How to live, how to grow towards maturity. In the Bible, ക്രിസ്തീയ പക്വത പറയുന്നത് നമ്മുടെ ജഡത്തിലാണ് വസിക്കുന്നത്. ആത്മാവിന്റെ നമ്മുടെ ജഡം കൊണ്ടല്ല നിയന്ത്രിക്കേണ്ടത്, ആത്മാവിന്റെ അകത്തളത്തിൽ ഈ ആത്മാവിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിക്ക് ഒരു കഴിവുണ്ട്, ഒരു വലിയ കഴിവുണ്ട്. അത്യന്ത ശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഏത് പരാജയത്തെ ജയമാക്കി മാറ്റുവാൻ കഴിവുള്ള അത്യന്ത ശക്തി. പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി. ഒരു ശക്തിക്ക് ഈ ലോകത്തുള്ള യാതൊരു ശക്തിക്കും ബലത്തിനും അതുകൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. ജഡത്തിന്റെ ശക്തിയാകട്ടെ, ലോകത്തിന്റെ ശക്തിയാകട്ടെ, വിശാലിന്റെ പോരുകളാകട്ടെ, നിന്റെ അകത്തെ ശക്തി വ്യാപരിക്കുമ്പോൾ നിന്നെ ഉദ്ധരിക്കുവാൻ അത് പ്രാപ്തമാണ്. നിന്റെ ഉദ്ധാരണത്തിന് ശേഷം നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് പൂർത്തീകരിക്കുക. ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും. നമ്മളെ സൗഖ്യമാക്കുന്നതോ നമുക്ക് സമ്പത്ത് തരുന്നതോ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് പുറപ്പെടുന്നതോ രോഗസൗഖ്യമോ ഹല്ലേലൂയ ലോകത്തിന്റെ പ്രളയങ്ങളെ നിയന്ത്രിക്കുന്നതോ ലോകത്തിന്റെ കാലങ്ങളെ നിയന്ത്രിക്കുന്നതോ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതോ ദൈവത്തിന്റെ പ്രയാസമുള്ളത് ഇതെല്ലാം ദൈവത്തിന്റെ പരിധിയിൽ വരും. ദൈവത്തിന് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് ഹല്ലേലൂയ. ഒരുവനെ അനുഗ്രഹിച്ചിട്ട്, ഒരുവന് നന്മകൾ നൽകിയിട്ട്, ഒരുവനെ താഴ്ചയിൽ ഉയർത്തിയിട്ട് അവനെ താഴ്മയോടെ കാത്തു പരിപാലിക്കാൻ എന്റെ സ്വർഗ്ഗം ഇന്നും നീങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. എത്ര മനസ്സിലാവുന്നത് all the most difficult task that God has in His higher presence is to glorify, to bless, to prosper a person who was in a humble situation and to keep him humble throughout those blessed situations. It is very hard for God. Many people cannot handle that. Many people cannot handle prosperity. Many people fail the test of prosperity. Hallelujah. Many people enjoy those blessings. Hallelujah. But they fail utterly in the prosperity, in the good stand that God has given them. Hallelujah. People in the പകൽക്കാലം ഒരു കാര്യത്തിൽ നിന്നോണം. Hallelujah. പ്രാർത്ഥനയെ ഓർത്ത് ദൈവം. Hallelujah. ആ ദൈവം എന്നെ ഉയർത്തിയപ്പോൾ ഒരു കണ്ണും ദേഹവുമായിരുന്നത്. Hallelujah. ആ സമയത്ത് എന്റെ അടുത്തിൽ ദൈവം എന്റെ കൂടെ ഇരുന്നത്. Hallelujah. ഇന്നോ ദൈവം നിന്നെ വിട്ടു മാറിപ്പോയിട്ടില്ല. നീ നിന്റെ ദൈവത്തിന്റെ അതുപോലെ. Hallelujah. ഒന്നോർത്തേ, എന്റെ താഴ്ചയുടെ പ്രാർത്ഥന, എന്റെ താഴ്ചയുടെ കണ്ണുനീര്, ആ
കർത്താവത്തിൽ അടുത്തിരിക്കുന്നത്. ദൈവത്തിനെ പറ്റി ഒന്നും ചോദിക്കാനുള്ളത് അനുഗ്രഹങ്ങളൊക്കെ നീ കളഞ്ഞു വിളിച്ച് കാണും. അനുഗ്രഹങ്ങളൊക്കെ തക്കാലം നീ ഉപയോഗിച്ച് കാണത്തില്ല. പക്ഷെ ഇതുപോലെ കാലം അപ്പൻ കാത്തിരിക്കുന്നത് പോലെ ഒരു മാട്ടങ്ങി വരുവനായി വീട് വിട്ട് പോയ മകനെ കാത്തിരിക്കുന്ന അപ്പനെ പോലെ ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ സാമീപ്യമാ. നീ അവങ്കിലേക്ക് മടങ്ങി വരുവാനാ. ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ വേദന ഇതുപോലെ കാലം എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ കുലുങ്ങി പോകയില്ല. ഞാൻ അറിഞ്ഞില്ല ഈ സമൃദ്ധി എന്റെ ഒരു പരീക്ഷയാ. ഇവിടെ പരീക്ഷ എന്ന് പറയുന്നത് ഇല്ലായ്മ മാത്രമല്ല, ദുഃഖം മാത്രമല്ല. Prosperity or poverty, in both God's name shall be glorified. Oh hallelujah. സമൃദ്ധിയാണോ ഇല്ലായ്മയാണോ അതിനെല്ലാം ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടേണ്ടത്. Hallelujah, shall be balanced in the name of Jesus. ഇതുപോലെ കാലം ദൈവസന്നിധിയിലേക്ക് സംഘക്കാരോട് ചേർത്ത് നമുക്ക് പറയാം, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കി, നീ എന്നെ വിടുവിച്ചു, നീ എന്നെ ഉദ്ധരിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ കാലം നമ്മെ സൗഖ്യമാക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിലും നിന്നെ സ്പർശിപ്പാൻ കഴിവുള്ള സകലത്തിന്റെ കൂടെയവനായ ദൈവം ഇതുപോലെ ദൈവത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. തിരുമേശയോട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു ശുദ്ധീകരണം നമ്മുടെ മുന്നിൽ ഉണ്ടാകട്ടെ. ദൈവത്തിലേക്ക് ഒരു മടങ്ങികൾ ഉണ്ടാകട്ടെ. ദൈവത്തോട് മനുഷ്യരോട് കുറ്റപ്പെട്ട മനസ്സാക്ഷിയോടെ ക്ഷമിക്കുന്ന മനോഭാവത്തോടെ ഓർക്കുന്ന മനോഭാവത്തോടെ തങ്ങളുടെ നമ്മെ വീണ്ടെടുത്ത് ഓരോ പാപത്തെ മുഴുവൻ ക്ഷമിച്ച് എന്റെ ജീവനെ മറുപടിയായി നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവിന്റെ അതേ ഭാവം എന്ന് കേൾക്കാനും ദൈവസന്നിധിയിൽ ഈ മേശയോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതം ഉണ്ടാകട്ടെ. നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാക്കി ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മെ ഉയർത്തി വീണ്ടെടുത്ത ദൈവത്തിന്റെ വിശ്വസ്തതയായ ദൈവത്തെ സ്തുതിക്കാം. As we approach the table, hallelujah, this table declares the death and resurrection of our Lord. At the same time, it declares the coming of our Lord. Hallelujah. He is going to come back. Hallelujah. സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. നാലുപാട് നടക്കുന്ന സംഭവങ്ങൾ കണ്ണോടിക്കുമ്പോൾ എന്റെ നാഥന്റെ വരവ് വാതിൽക്കൽ. Hallelujah. Teach me your truth, O Lord, I'll keep it and do everything, I'll obey your instruction. I'll put them into practice with all my heart, make me walk along the path of clears, but that's when my happiness is found. Psalms 119, verses 32 and 35. Honor the Lord, you heavenly beings. Honor the Lord for his glory and his strength. Honor the Lord for his glory of his name. Worship the Lord for in the splendor of his holiness. Praise God, Jesus. The king has joy in your strength, O Lord, and in your salvation how greatly shall he rejoice. You have given him his heart's desire and not withheld the request of his lips. Amen. When you meet him, you bring blessings of goodness, and you set a crown of gold on his head. Praise Psalms 21, verses 1 and 3. Praise God, Jesus. Hallelujah. Hebrews 13:8. Jesus Christ is the same yesterday and today and forever. Acts chapter 1 verse 8. But you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. But seek first his kingdom and his righteousness, and all these things will be given to you as well. Matthew 6, verse 33. Praise God, Jesus. For the mountains shall depart and the hills shall be removed, but my kindness shall not depart from you, nor my covenant of peace be removed, says the Lord who has mercy on you. Amen. Praise God. 2 Corinthians 9, verse 15. Didn't speak to God for his indescribable gift. Amen. Through the Lord's mercies we are not consumed, because his compassions fail not. They are new every morning. Great is thy faithfulness. The Lord is my portion, says my soul, therefore I hope in him. The Lord is good to those who wait for him, to the soul who seeks him. Lamentations 3, verse 22 to 25. Amen. Praise God, Jesus. Matthew 5, verses 14 to 16. You are the light of the world. A town built on a hill cannot be hidden.
They would give people light a lamp and put it on their bowl, but instead they put it on its stand, and it gives light to everyone in the house. In the same way, let your light shine before others, so that they may see your good deeds and glorify your Father in heaven. Psalm 130, verses 2 to 4. Lord, hear my voice. Let your ears be attentive to the voice of my supplication. If you, O Lord, mark my iniquities, O Lord, who could say? But there is forgiveness with you, that you may be feared. Rejoice in the Lord always. Again, I will say, rejoice. Let your reasonableness be made known to all. Lord is at hand. Do not be anxious about everything, but in everything with prayer and supplication, let your requests be known to God. And the peace of God, which surpasses all understanding, will guard your hearts and minds in Christ Jesus. Finally, brothers, whatever is true, whatever is honorable, whatever is pure, whatever is just, consider all these things and give praise to these. In Philippians 4, verses 4 to 8. Praise the Lord. Hallelujah. Give thanks to the Lord, for he is good, his mercy endures forever. For the redeemed of the Lord can say so. And because he has redeemed us from the hand of the evil one, and has gathered all the lands from the east to the west, and from the north and from the south. Psalms 107, verses 1 to 3. അല്പകാലം മാത്രം ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണെന്റെ നിത്യമമീട് എന്റെ നിത്യമമീട് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണെന്റെ നിത്യമമീട് എന്റെ നിത്യമമീട്
Let us turn our eyes to the Word of God. ഒരുമിച്ച് സ്തോത്രം ഹല്ലേലൂയ നാം ചിന്തിച്ചു വരുന്ന വേദഭാഗങ്ങളുടെ തുടർമാനമായി അപ്പോസ്തല പ്രവൃത്തിയിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. We are meditating upon the work of the Holy Ghost, which is in Acts of Apostles, book of Acts. Praise the Lord. Hallelujah. പ്രധാനമായും നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലുടനീളം നമുക്കറിയാം ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്നാണ് അതിന്റെ തലക്കെട്ടെങ്കിലും ഇറ്റ് ഈസ് റിയലി ഇൻ റിയാലിറ്റി അപ്പോസ്തല പ്രവൃത്തികൾ എന്നാണെങ്കിലും യഥാർത്ഥത്തിൽ ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ത്രൂ ദ അപ്പോസ്റ്റൽസ് ഹല്ലേലൂയ എന്നാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരിലൂടെയുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്നാണ് ആ പുസ്തകത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വരേണ്ടത്. Even though the name of the book is Acts of Apostles, it is actually reveals the work of the Holy Spirit through apostles. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവ് ആണ് യഥാർത്ഥ കാർമ്മികൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അപ്പോസ്തല പ്രവൃത്തിയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. What we can see here is the work of the Holy Spirit, and the Holy Spirit is the worker which enables the apostles. ആദ്യ നൂറ്റാണ്ടിൽപ്പെട്ട ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു വലിയ വിശകലനമാണ്, ഒരു ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. Acts of Apostles is a historical book which has happened in the first century. Praise the Lord. Praise be God. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവസഭയിലൂടെ കർത്താവിന്റെ ശരീരമായ ദൈവസഭയിലൂടെ ക്രിസ്ത്യാനികളിലൂടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പ്രവർത്തിച്ച പ്രവൃത്തിയുടെ ചരിത്രം. The Holy Spirit worked mightily through Christians, to the church, to the apostles, and that is the history which we read in Acts of Apostles. Praise the Lord. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കുന്നത് 8-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലെ ഒരു സംഭവം. We are meditating upon an incident which happens in Acts chapter 8. Praise the Lord. 8-ാം അധ്യായത്തിലെ ആദ്യമായി നാം കാണുന്നുണ്ട് പത്രോസും യോഹന്നാനും ദൈവസന്നിധിയിൽ അനേകം കൂടി പ്രാർത്ഥിക്കുന്നു. ശമരിയിൽ വലിയ ദൈവപ്രവൃത്തിയും വലിയ റിവൈവൽ ഉണർവുള്ള യോഗങ്ങൾ നടക്കുന്നത് നാം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ കാണുന്നുണ്ട്. We see that in the start of the chapter 8, we see that John and Peter is taking care of the revivals happening in Samaria. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഉപവാസപ്രാർത്ഥന സമയത്ത് നാം ചിന്തിച്ച വേദഭാഗത്തിലൊന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവിടെ നാം വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. We have been meditating on these verses for the fasting prayer. Acts 1:8, it says that, but you will receive the power when the Holy Spirit has come upon you, and you will be my witness in Jerusalem and in Judea and Samaria and unto the end of the earth. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നെങ്കിൽ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഈ പ്രവചനത്തിന്റെ ഈ കൽപ്പനയുടെ നിവൃത്തിയായി നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ മരണം, കഴിഞ്ഞ ആഴ്ച സ്തെഫാനോസിന്റെ മരണം, അതിനുശേഷം ശൗലിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എന്താ സംഭവിച്ചത്? യെരൂശലേം സഭയ്ക്ക് വലിയൊരു
ഉപദ്രവമുണ്ടായി. എന്താ സംഭവിച്ചത്? ദൈവജനം അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും ശിഷ്യന്മാരുടെ കൂട്ടങ്ങളെല്ലാം ചിതറി പലയിടങ്ങളിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തി 1:8 അത് 8:1 പ്രാവർത്തികമാണ്. We can see in Acts 8:1 as a fulfillment of the commandment which has been given on Acts 1:8, where we can see that the apostles have been scattered all around the places, and there was a great persecution upon them. യെരുശലേമിലും യഹൂദയിലും മാത്രമല്ല, അവർക്ക് ചെല്ലുവാൻ പ്രയാസമുള്ള, അവർക്ക് മനസ്സോടെ പോകാൻ കഴിയില്ല യഹൂദന്മാർക്ക് ശബരിയിലോട്ട്. യേശു കർത്താവ് പോയപ്പോൾ ശബരി വഴി പോകുന്ന പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ചില ബുദ്ധിമുട്ട്. കാരണം ശബരിയ ഇവിടെയുള്ള യാത്ര അവർ കഴിവത് ഒഴിവാക്കും. കാരണം അവർ പറയുന്നത് അവിടെ അതിലേ പോയാൽ ഞങ്ങൾ അശുദ്ധമാക്കപ്പെടും എന്നുള്ളതാണ്. ആ സ്ഥലത്തോടെ പോയാൽ മതി. ജോഗ്രഫിക്കലി ഈവൻ റീജിയൻ വൈസ് ഓൾസോ ലൈഫ് അവർക്ക് ഇഷ്ടമല്ല അതിലേ പോകുന്നത്. അപ്പോൾ പ്രയാസമുള്ള ഒരു സ്ഥലമാണ് ശബരി. ശബരിക്കാരെ ഗുണപിടിക്കരുതെന്നാണ് യഹൂദന്മാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെയും ദൈവത്തിന്റെ വചനം എത്തുവാൻ സ്തെഫാനോസിന്റെ മരണം കാരണമായി. നമുക്ക് പ്രയാസമുള്ള, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ദൈവം ചെയ്യിപ്പിക്കുന്ന അവർ വാഗ്ദത്തം കിട്ടി, പക്ഷെ അവർ പോകാൻ മടിയായിരുന്നു. പക്ഷെ അത് 8-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ സംഭവിച്ചു. So Samaria is a difficult place to be. It is considered as not a good place to go there. But the fulfillment of the verses of Acts 1:8 has been even happened, and the word of God has reached Samaria as ശിഷ്യന്മാർ വിചാരിച്ചു നിൽക്കട്ടെ, ലാസ്റ്റ് ഓപ്ഷനായിട്ട് സമരിയ വെക്കാം. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ജനത്തെ ചിതറിച്ചു. thought that we will keep Samaria as the last option, but when the timing of the God happened, He scattered the disciples and apostles into different parts of the world. മനസ്സിലാക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. അവിടെ ശമരിയയിൽ വലിയ വെളിപ്പാടും പ്രവൃത്തിയും ഉണർവും റിവൈവലും ഒക്കെ നടക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ചലിക്കാൻ ആരംഭിച്ചു. You must understand one thing, that when the word of God is happening, is spreading across, there is revival happening, and the works of the God is spreading. The Holy Spirit started working mightily there. ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 26 മുതൽ 40 വരെയുള്ള ഭാഗമാണെങ്കിലും 1-2 വാക്യങ്ങൾ മാത്രം ആദ്യം വായിച്ച് നാം ചിന്തയോട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. 29-ാം വാക്യം നമുക്ക് വായിക്കാം. Here the key scripture is Acts chapter 8:29. Praise the Lord. 29 and 39. But we are going to think meditate on 26 through 40. It's a long passage and it's a well-known passage. എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗം. We know this passage and it's a well-known passage. 26 മുതൽ 40 വാക്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. We are meditating upon Acts 8:26 to 40. 29-30 വാക്യം മാത്രം വായിച്ചാൽ. We will read Acts 8:29 and 39 right now. ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തന്റെ വഴിക്ക് പോയി. Then the Spirit said to Philip, "Go near and overtake this chariot." Now when they came up out of the water, the Spirit of the Lord caught Philip away, so that the eunuch saw him no more, and he went on his way rejoicing. Praise God. Hallelujah. ഈ രണ്ടിടത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നടക്കുന്നു. In these two verses we see the work of the Holy Spirit. Praise God. Praise be to God. ഇത് പകൽക്കാലം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഡിവൈൻ അപ്പോയിന്റ്മെന്റ്, ദൈവത്തിന്റെ ഒരു പ്രവൃത്തി. ഹല്ലേലൂയ. ഉണർവിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ പ്രവൃത്തി യാത്ര ചെയ്യുന്നത്. Today we are going to meditate upon the divine appointments, the act of moving from one revival to one person. Praise God. Hallelujah. ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ കഴിയും, ഫിലിപ്പോസ് ഒരു വലിയ ക്രൂസൈഡിന്റെ സ്തോത്രം, ഒരു വലിയ ഉണർവ് യോഗത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു ദൂതൻ തന്നോട് പറയുന്ന വാക്യമാണ് നാം 26-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൂതൻ വന്ന് ഫിലിപ്പോസിനോട് പറയുക, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാൻ പറഞ്ഞു. Now Philip was in a great crusade, but the word of God came to him through an angel. He said that rise and go towards south of the road that goes down from Jerusalem to Gaza. ഇതൊരു വളരെ പ്രത്യേക വെളിപ്പാടാണ്. This is a great revelation. This is a special revelation. Praise the Lord. എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ ശബരിയിൽ വാക്യം കാണുന്നുണ്ട്. വളരെ ശക്തമായ ദൈവപ്രവൃത്തി ശബരിയിൽ അനേക ആയിരങ്ങൾ കർത്താവിനെ അറിയുന്ന, സുവിശേഷം കേട്ട് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു വലിയ സംഭവം ശബരിയിൽ നടക്കുമ്പോൾ
അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന സ്തോത്രം ഫിലിപ്പോസ്. We see that the great revival is happening in Samaria, but at the same time Philip is there in the midst of that revival. Praise the Lord. ഈ ഫിലിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫിലിപ്പോസ് യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് അല്ല. He is not the disciple Philip. Praise the Lord. Hallelujah. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പോസ് അദ്ദേഹം ബെത്സൈദക്കാരനായിരുന്നു എന്ന് കാണാൻ കഴിയും. We see that Philip was originally from Bethsaida in Galilee. That is the disciple of Jesus. യേശുവിന്റെ ശിഷ്യനായ ഫിലിപ്പ് ബെത്സൈദക്കാരനായിരുന്നു. The disciple Philip was from Bethsaida. എന്നാൽ സ്തോത്രം ഈ ഫിലിപ്പോസ് ഇവിടെ പറയുന്ന ഫിലിപ്പോസ് അദ്ദേഹം he was from Caesarea കൈസരിയക്കാരനായ ഫിലിപ്പോസ്. So the Philip which we are talking here is from Caesarea. Praise the Lord. Hallelujah. അങ്ങനെ കൈസരിയക്കാരനായ ഈ ഫിലിപ്പോസ് അദ്ദേഹത്തോട് ദൈവം പറയുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നാം കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാര് നിങ്ങൾ തിരഞ്ഞെടുക്കും. അതിലൊരാളാണ് സ്തേഫാനോസ്. ആ സ്തേഫാനോസിനെ പോലെയുള്ള 7 പേരെ എടുത്തപ്പോൾ അതിനകത്തുള്ള ഒരാളാണ് ഫിലിപ്പ് എന്ന ഫിലിപ്പോസ് നാം കാണുന്നത്. What we can understand from these verses is the Caesarean Philip is in the Acts 6:3 it says that therefore brothers pick out from among you 7 men of good repute, full of spirit and of wisdom, and whom we will appoint to this duty. And one of them was Stephen, and along with him this Caesarean Philip was there. Praise the Lord. ഈ ഫിലിപ്പോസിനെ പിന്നെ നമ്മൾ കാണുന്നത് സ്തോത്രം 21-ാം അധ്യായം 8-ാം വാക്യത്തില് സ്തോത്രം ഹല്ലേലൂയ സുവിശേഷകനായ ഫിലിപ്പോസ്, ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ് എന്ന പേരിൽ നാം കാണുന്നു. We are seeing him next as an evangelist Philip. Praise the Lord. Praise be to God. ഞാൻ സുവിശേഷകൻ ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. Philip the evangelist. സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന വാക്കാണ് നമുക്ക് അവിടെ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരും ഉണ്ടായിരുന്നു എന്നായിരിക്കുന്നു. The phrase which is used is Philip the evangelist, and about his family it talks about there were 4 unmarried daughters who prophesied. Praise the Lord. A blessed family. 4 പെൺപിള്ളാരുണ്ട്. 4 പെൺപിള്ളാരാണെന്ന് തലകൈയിട്ടിരിക്കുകയാണ്. അവർ 4 പേരും പ്രവചിക്കുന്ന പെൺപിള്ളാർ. All the 4 daughters, they all are prophesying. Praise the Lord. Hallelujah. Praise be to God. സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസിന്റെ ഒരു പശ്ചാത്തലമാണ്. That is the background of Philip. പക്ഷേ ഫിലിപ്പോസ് എങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം അവൻ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവനായിരുന്നു. He was blessed to this level because he heard unto the word of God. Praise the Lord. Praise be to God. ഒരുപാട് പേരുള്ള ഒരു സഭയിൽ നിന്ന് 4 പേരുള്ളടത്ത് പോകാൻ പറഞ്ഞ പാസ്റ്റർമാർക്ക് വലിയ പ്രയാസം. ഞാൻ പാസ്റ്റർമാരെ പറഞ്ഞ കുഴപ്പമില്ലല്ലോ. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഇല്ലാത്ത So if you transfer സ്തോത്രം. പക്ഷേ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും ഈ നാളുകളിൽ പ്രയാസമാണ്. അത് ഭൗതികമായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പ്രയാസമാണ്. ഒരുപാട് പേരുടെ നടുവിൽ നിന്ന് 4 പേരുടെ ഇടയിലൊക്കെ പോകാൻ, അല്ലെങ്കിൽ ഇവിടെ 4 പേരും ഇല്ല, ഇവിടെ നിർജ്ജന പ്രവേശനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം ഇല്ല. പാസ്റ്ററും അമ്മാമയും പിള്ളേരോട് വായിട്ട് പ്രാർത്ഥിക്കണം. The Philip was full of obedience. He was been asked to go from a lot of people where there was the first point. Yeah. Successful revival. There was a successful revival from that area. He was asked to go to a desert place, a wilderness. Praise the Lord. Praise be to God. ദൈവത്തിന്റെ ദിശ കാണിക്കും, ദൈവത്തിന്റെ അരുളപ്പാട്. സ്തോത്രം. ദൈവം നമ്മെ ഡിറക്ഷൻ കാണിക്കുമ്പോൾ സ്തോത്രം, അത് പോപ്പുലാരിറ്റിയോ സ്തോത്രം നമ്മുടെ സക്സസോ ഒന്നുമല്ല അവിടെ നാം നോക്കേണ്ടത്. തമ്പുരാൻ കാണിക്കുന്ന വഴി നോക്കി നാം സഞ്ചരിച്ചു. When God gives us a direction, our decision to obey should not be based upon the popularity or our desires, but where the God shows us the way we should lead towards. പരിശുദ്ധാത്മാവ് നമ്മെ എവിടെയൊക്കെ നിയന്ത്രിക്കുന്നു അതിന് കാതുകൊടുക്കുവാനും ദൂതന്റെ കൽപ്പന അനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വാക്കിന്, ദൈവത്തിന്റെ ശബ്ദത്തിന് ഫിലിപ്പോസ് വില കൊടുത്തു. Philip gave hearken unto the word of the Holy Spirit, and when directly he listened and he went towards where he was led. Praise the Lord. Hallelujah. അത് മാത്രമല്ല അവിടെ പ്രതികൂലം മറ്റു കാര്യങ്ങളുണ്ട്. സ്തോത്രം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന verse 27 എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകരുമായ ഒരു എത്യോപ്യനെ കണ്ടു.
അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നതായിരുന്നു. So in the 27th verse it says that and he rose and went, and there was an Ethiopian and a eunuch, a court official of Candace, queen of Ethiopians, who was in charge of all her treasures. He had come to Jerusalem to worship and was returning. അവൻ മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. He was reading the prophet Isaiah. He was seated in a chariot while he was returning. നോക്കണേ പ്രിയമുള്ളവരെ, God sends Philip. ദൈവം ഫിലിപ്പോസിനെ അയച്ചത് എങ്ങോട്ടാ? ഒരു എത്യോപ്യനായ ഷണ്ണന്റെ അടുക്കിലേക്ക്. അദ്ദേഹം ഒരു വിദേശിയാണ്. സ്തോത്രം. അദ്ദേഹത്തിന് ഹല്ലേലൂയ, അദ്ദേഹം മാനുഷികപരമായി സ്തോത്രം രാഷ്ട്രീയപരമായ അധികാരമുള്ളവനാണ്. വചനപ്രകാരം നോക്കിയാൽ, ഇസ്രായേലിന്റെ തത്വം വെച്ച് നോക്കിയാൽ ഹല്ലേലൂയ, ന്യായപ്രമാണ പ്രകാരം അദ്ദേഹം ഒരിക്കലും ഒരു ദൈവ പൈതലല്ല. സ്തോത്രം. So God has sent Philip to an Ethiopian eunuch, a foreigner, a person of authority, and Candace official. But when we look at him with the word of God, we see that he's outcast by religious laws. Yes. ഷണ്ണൻ യെരൂശലേമിൽ പോകാനാണ് പഴയവൻ അനുവദിക്കുന്നില്ല. മാത്രമല്ല, സ്തോത്രം, അദ്ദേഹം ഒരു ഹല്ലേലൂയ കറുത്ത വർഗ്ഗക്കാരനായ എത്യോപ്യനായ സ്തോത്രം, ഒരിക്കലും യഹൂദനല്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഉണർവിന്റെ നടുവിൽ നിന്ന് ഫിലിപ്പോസിനെ ദൈവം എടുത്ത് ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് എത്തിക്കുക. The God is picking up Philip, and he's being transported to the place. He wasn't asked to go to the place that is a wilderness from the place of revival. രണ്ട് കാര്യങ്ങൾ തടസ്സം. ഒന്ന്, ഇത് നിർജ്ജന പ്രദേശമാണ്. അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, അവിടെ ഉപസിക്കാൻ ആരുമില്ല, ഫിലിപ്പിന്റെ കൂടെ നിന്ന് സ്തോത്രം പറയാനോ അന്യഭാഷ പറയാനോ ആരുമില്ല. സ്തോത്രം. അത് ഒന്നാമത്തെ പൊതുവെ. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഈ ആരടുക്കലേക്ക് അയക്കുന്നത് സ്വന്തം ഒരു ഹോപ്പുമില്ല, രക്ഷപ്പെടുമെന്ന് അല്ലെങ്കിൽ ആശാവഹമായ ശബരികരൊന്നും അല്ലെങ്കിൽ യഹൂദന്മാരുടെ സ്തോത്രം ഹല്ലേലൂയ അല്പമേലും ചേർച്ചയുള്ളവരാ. ഇതെന്തുവാ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കറുത്ത ഭൂഖണ്ഡത്തിലെ ഒരു മനുഷ്യൻ അറിയത്തില്ല, ഭാഷ അറിയാമോ അതില്ല, ഇവർ ഏത് ഭാഷയാണ് പറയാൻ അറിയത്തില്ല. നമ്മൾ പോകും. So in this situation there are two challenges. One is he has to go from a revival place to a place which is wilderness and desert where no one else is with him. And the second challenge is that the person whom he is going to meet is an Ethiopian eunuch. He is a foreigner. Praise God. Praise be to God. എന്നാൽ ഫിലിപ്പോസിനെ ചെന്നപ്പോൾ സംഭവം നടക്കുന്നത് വേദപഠന വായന. സ്തോത്രം. വേദപഠനം നടന്നുകൊണ്ടിരിക്കുക, വേദവായന നടന്നുകൊണ്ടിരിക്കുക. എന്താ? യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ നിന്ന് ഇദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുക. So when Philip sees him, he is reading through Isaiah chapter 53. അപ്പൊ ഫിലിപ്പോസിന് ചില ആശ്വാസമായി. കാരണം ഇവന്റെ വേദോസമൊക്കെ ഉണ്ട്, എന്നാലും ചില വിളിച്ചുള്ളവരായിരിക്കും അല്ലേ. നമുക്കറിയാം, വേദോസമൊക്കെ കയ്യിലുള്ള ആളുകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. സ്തോത്രം. അപ്പൊ വേദോസം കൈ പിടിച്ചിട്ടുണ്ട്, ബൈബിളോട് കയ്യിൽ എന്നുള്ള ഒരു ആശ്വാസമാണ്. സ്തോത്രം. So he was comforted because he was having the scriptures in his hands. So Philip was comforted. ഉള്ളിയുടെ സ്തോത്രം ഹല്ലേലൂയ പത്രം വായിക്കുന്ന പോലെ നീട്ടി പിടിച്ച് അങ്ങേറ്റവരെ വായിക്കുക. അപ്പൊ ഫിലിപ്പോസ് ചോദിച്ചു, എടാ നിനക്കിത് മനസ്സിലാവുന്നുണ്ടോ വായിക്കാൻ സാധിക്കും? So when this eunuch was reading this, the word of God, so Philip asked unto him and asked him, do you understand what you are reading? Praise the Lord. Hallelujah. അവന്റെ മറുപടി എന്തുവാ? ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അപേക്ഷിച്ചു. So how can I unless someone guides me? And he invited Philip to come up and sit with him. Praise the Lord. ഈ പുള്ളിക്കാരൻ യെരൂശലേം ദേവാലയത്തിലേക്ക് പോയതാ. എങ്ങനെയാണ് യെരൂശലേം ദേവാലയത്തെ കുറിച്ചും ദൈവത്തിന്റെ നാമത്തെ കുറിച്ചും ഒക്കെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള എത്യോപ്യൻ മനസ്സിലാക്കാൻ നമുക്ക് അറിയത്തില്ല. പക്ഷെ എനിവേ, so he is a diplomat, he might have knowledge from other people. അത് നമുക്കറിയാം, ഡിപ്ലോമാറ്റ്സ് ആണ്, അവർക്ക് ഇന്റർനാഷണലി ബന്ധങ്ങളുള്ളവരാ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇസ്രായേൽ ദൈവത്തെ കുറിച്ച് അവൻ അറിഞ്ഞു കാണും. അവൻ യെരൂശലേമിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇസ്രായേൽ മതത്തിന്റെ കുഴപ്പമുണ്ട്. ഇവൻ ഷണ്ണനായതുകൊണ്ട് ഇവൻ അവിടെ പോയി അകത്ത് കയറി ആരാധിക്കാൻ കഴിയത്തില്ല, വെളിയിൽ നിന്ന് കണ്ടേച്ച് പോരാനേ പറ്റത്തുള്ളൂ. So he went to Jerusalem to worship. We do not know the background on which or how an Ethiopian was able to understand about the place. He might be an ambassador. So when he went there, he understood about the Jewish laws where eunuchs are not allowed into the temple. Only he was able to see the temple and come back. ഒരു ഗുണം ചെയ്തു. വിവരമുള്ളവനായതുകൊണ്ടും എഴുത്തും വായന അറിയാവുന്നവനായതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നതുകൊണ്ടും അന്നത്തെ കാലത്ത് സ്തോത്രം പല ഭാഷകളിലേക്ക് യഹൂദന്മാരുടെ വേദപുസ്തകം, എബ്രായ വേദപുസ്തകം പല ഭാഷകളിലേക്കൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവന് ഗ്രീക്ക് ഭാഷ അറിയാമായിരിക്കും, സെപ്റ്റുജന്റ് ആയിരിക്കും വാങ്ങിച്ചത്. സ്തോത്രം. ഒരു കോപ്പി വാങ്ങിച്ച് തന്റെ
മെർസിഡീസ് ബെൻസ് കയറി തിരിച്ച് വീണ്ടും രഥത്തിൽ എത്യോപ്യയ്ക്ക് പോവാം. So what we understand is that the eunuch, the Ethiopian, he got the scriptures. The scriptures which was translated in different languages. He might have known Greek, and he was reading in the chariot, and he was going back. Praise the Lord. വായിച്ചു പോവാ, പക്ഷേ വായിക്കുന്ന കാര്യം പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. What he is reading, he is not able to understand. അവന്റെ ഉള്ളിൽ വലിയ തേങ്ങയുണ്ട്. സ്തോത്രം. There is a zeal in his heart. അവൻ ദൈവത്തെ ആരാധിക്കാൻ പോയതാ. He went to worship God. പക്ഷേ ആരാധിക്കാൻ കഴിയാതെ മടങ്ങി പോവുകയാ. He is coming back without able to worship in the temple. അവന്റെ കയ്യിൽ ദൈവത്തിന്റെ വചനം. In his hand he has got the scripture. അവന്റെ ഉള്ളിലെ ഭാരം ദൈവം കണ്ടു. ഹല്ലേലൂയ. God saw the burden in his heart. ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലേക്ക് പോയവൻ വെറും കൈയായി മടങ്ങി പോകുമ്പോൾ ശമര്യയിൽ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. The person who had desired to go to God, when he is going back empty-handed, God is interacting with Philip to resolve this. ഇന്ന് പകൽക്കാലം ഷണ്ണന്റെ ജീവിതത്തിൽ വന്ന അനുഭവം, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ വന്ന അനുഭവം നമ്മുടെ കാര്യം വിളിച്ചറിയിക്കുന്നുണ്ട്. ആൾക്കൂട്ടത്തിന് വേണ്ടിയാണെങ്കിലും ഒരുവന് വേണ്ടിയാണെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുപോലെ പ്രവർത്തിക്കും. What we can learn from these two incidents, the interactions between the Ethiopian and the Philip, is that even if it is for a revival or it is for a single person, the Holy Spirit will work in the same manner. Praise the Lord. ദൈവത്തിന്റെ കരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ, if it is a divine appointment, hallelujah, നീ ആൾക്കൂട്ടത്തിന്റെ നടുവിലാണെങ്കിലും നീ ഒരുവനായി നിൽക്കുവാണെങ്കിലും, for the revival of one person, ഒരുവന് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി വരും. ദൈവത്തിന്റെ വിശ്വസ്തതയാ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അങ്ങനെ പ്രവർത്തിക്കും. It is the God's faithfulness and the work of the Holy Spirit in such a manner that when the revivals happen or it is for a single person, the heavens will come down to fulfill that. Praise the Lord. Hallelujah. ഈ ക്ഷണനോട് ഫിലിപ്പോസ് ചോദിച്ചു, ഹല്ലേലൂയ, മനസ്സിലാകുന്നോ? പറഞ്ഞു, എനിക്ക് ഹല്ലേലൂയ, he is asking for guidance. പ്രിയമുള്ളവരെ, നമ്മെ കൊണ്ട് കഴിയാത്തത് വരുമ്പോൾ നാം സഹായം അഭ്യർത്ഥിക്കണം. അത് ദൈവദാസന്മാരോടാണെങ്കിലും കൂട്ടു സഹോദരങ്ങളോടാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിലും ഹല്ലേലൂയ, we need to ask for guidance. ദൈവത്തോട് നാം അപേക്ഷിക്കണം. അവൻ നമ്മെ സഹായിക്കാതിരിക്കുന്നില്ല. When we face a situation where we cannot handle that, we should be able to ask help for whether this pastor or brothers or sisters. We should be able to reach out and ask. ഈ സംഭവം നടക്കുമ്പോൾ നമുക്കിത് വായിക്കാൻ ഓരോന്നായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പരിശുദ്ധാത്മാവിനാൽ നെയ്തെടുക്കപ്പെട്ട ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവാണ് ഇതിന്റെ മുഖ്യ കാർമ്മികൻ. ഈ സംഭവത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can see that when we see into these incidences, we can understand that Holy Spirit is the creator of these events. Praise the Lord. Hallelujah. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഏക ഉദ്ദേശം സുവിശേഷത്തിന്റെ വാതില് ഹല്ലേലൂയ ഫിലിപ്പോസിൽ നിന്ന് ഷണ്ണനിലേക്ക് തുറക്കപ്പെടുവാൻ ദൈവം ഒരു പദ്ധതി മെനഞ്ഞതാ. ഹല്ലേലൂയ. God's plan and by which the Holy Spirit helped Philip to transfer the gospel into the hands of Ethiopian eunuch. Praise the Lord. Hallelujah. ഈ യെശയ്യാ പ്രവചനം 53 അധ്യായത്തെ ആധാരമാക്കി 30 ഹല്ലേലൂയ 8 അധ്യായം 30 ഹല്ലേലൂയ 35 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഫിലിപ്പോസ് ഈ തിരുവചനത്തെ ആധാരമാക്കി അവരോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. In Acts 8:35 we can see that the Philip opened his mouth and beginning with the scripture he told him about the good news about Jesus. Praise the Lord. ഒരു കാര്യം വിളിച്ചു പറയട്ടെ, സുവിശേഷം അറിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here we can see that the gospel has been shared across to him. Praise the Lord. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ ഹല്ലേലൂയ ശമര്യയിൽ എടുത്ത് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തെ കൊണ്ടുവന്നത് ഒറ്റ പദ്ധതിക്ക് വേണ്ടിയാ. സുവിശേഷത്തിന്റെ വാതില് ഹല്ലേലൂയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് തുറക്കുവാൻ, വാതായനത്തെ തുറക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പ്രവൃത്തിയാ. ഹല്ലേലൂയ. This is when we look at this incident, the incident happened because it was in God's plan to open up the way for the gospel into the Ethiopian land or the African continent. Praise the Lord. Hallelujah. അരുളപ്പാട് വന്നപ്പോൾ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശം. Praise the Lord. When the commandment was given unto Philip, he was supposed to go to the wilderness or the desert place in Gaza. ഒരു മനുഷ്യനുമില്ലാത്ത നിർജ്ജനം എന്ന് പറഞ്ഞാൽ ആളില്ലാത്ത ഒഴിഞ്ഞ വഴി. It's an empty place. Praise the Lord. എന്നാൽ സുവിശേഷം തുറന്ന വാതിലാണെങ്കിലും ആളില്ല എന്ന് തോന്നിയാലും ആരും കൂടുതലെന്ന് തോന്നിയാലും അതൊരു മുഴുവൻ ഭൂഖണ്ഡത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ദൈവപ്രവൃത്തിയായി അത് മാറുവാനിടയായി തീർന്നു. And that is
open up the gospel into the continent of Africa. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം നാം വായിക്കുന്നത് ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, ഫിലിപ്പോസിന് മനസ്സിലായി സുവിശേഷകനായുള്ള ഗുണം മനസ്സിലായി. അവൻ ആ വഴി, സുവിശേഷത്തിന്റെ വഴി തുറക്കപ്പെടുന്നത് കണ്ടവനാ ഫിലിപ്പോസ്. അതുകൊണ്ട് അവൻ മറ്റൊരു പദവിയും പിന്നെ ഏറ്റെടുത്തില്ല. ജീവിതകാലം മുഴുവൻ സുവിശേഷകനായി ഫിലിപ്പോസ് നിലകൊണ്ടു. ഹല്ലേലൂയ. He was called as Philip the evangelist because he understood the advantages of being an evangelist and how and the goodness in spreading the gospel. Praise the Lord. Hallelujah. ഒരു കാര്യം പറഞ്ഞു നിർത്തുകയാണ്. ആ ഷണ്ണന്റെ പ്രതികരണം. ഹല്ലേലൂയ. സോ വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ണൻ പറയുകയാണ്, സ്തോത്രം, ഇവിടെ സുവിശേഷം പറഞ്ഞുള്ളൂ, രക്ഷിക്കപ്പെടാൻ പറഞ്ഞില്ല, സ്നാനപ്പെടാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെന്നോ മറ്റു കാര്യങ്ങളോ സത്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ വന്ന ആദ്യത്തെ പ്രതികരണം വെള്ളം കണ്ടപ്പോൾ. ഹല്ലേലൂയ. വെള്ളം കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? സ്തോത്രം. അലർജി അല്ല വെള്ളം കണ്ടപ്പോൾ വന്നത്. വെള്ളം കണ്ടപ്പോൾ അവൻ പറഞ്ഞു സ്നാനം. Here we can see the response of Eunuch, where he was not conveyed about the salvation, he was not conveyed about the baptism, but only through the gospel of God, a gospel of Jesus. And it was told to him when he saw the water, he was overjoyed, and he said that here is water, and he wanted to get baptized. Hallelujah. നിർജ്ജന പ്രദേശമാണ്. Hallelujah. It's a wilderness, path of desert. പക്ഷേ ഒരുവൻ ഗുണപ്പെടാൻ സമയമാകുമ്പോൾ വെള്ളം വെളിപ്പെടും. When that time comes for a person to be transformed, there will be water. ഗുണപ്പെടാത്ത വെള്ളത്തിനകത്ത് കിടന്നാലും ഗുണപ്പെടത്തില്ല. The person who doesn't want to be improved, even if he is in the water, he won't be improved. Hallelujah. ഗുണപ്പെടാത്ത എത്ര വചനം കേട്ടാലും ഒരു കാലത്തും ഗുണപ്പെടത്തില്ല. The person who is listening to the word of God forever, if he doesn't want to change, nothing will happen. യെശയ്യാ പ്രവചനമല്ല, വേദപുസ്തകം ആദ്യമായിട്ടാണ് വായിക്കുന്നത്. The eunuch is reading the scriptures for the first time. വേദപുസ്തകം ആദ്യമായിട്ട് വായിക്കുകയും ആദ്യമായി സുവിശേഷം കേൾക്കുകയും ചെയ്യുക. എന്നാൽ അവൻ വന്ന പ്രതികരണം, അവന് സ്നാനപ്പെട്ട വെള്ളം കണ്ടപ്പോൾ അവന് മനസ്സിലായി വലിയ പാരമ്പര്യമൊന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവാണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ. അതുകൊണ്ട് അവന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. When he saw the water, he understood that it is the Holy Spirit behind this entire event, and he committed himself to the Lord, and he wanted to get baptized. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ സംഭവിച്ചത്, hallelujah, the gospel transcends social, physical and ethnic barriers. സാമൂഹികമായ, ശാരീരികമായ, ജാതിപരമായ, hallelujah, നമ്മുടെ മുൻവിധിയിൽ പെടുന്ന സകല കാര്യങ്ങളെ മാറ്റിയിട്ട്, hallelujah, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഒന്നാണ് കൃപ എല്ലാവരിലും വ്യാപരിക്കുന്നത്. The grace which is given for everybody, the gospel transcends social, physical and ethnic barriers outside and is brought in. നമ്മൾ ആരെയും ഔട്ട്കാസ്റ്റ് ആയിട്ട് ആവശ്യമില്ല. ദൈവത്തിന്റെ കൃപ വെളിപ്പെട്ടാൽ ഏതൊരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. Our God, when the grace of God appears, our God can able to transform any person. No person has to be outcasted. ഹല്ലേലൂയ. സുഹൃത്തുക്കളുണ്ട്. ഹല്ലേലൂയ. They're my friends. എന്റെ പല സുഹൃത്തുക്കളും ഹല്ലേലൂയ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പട്ടണത്തിലൊക്കെ ഇപ്രകാരമുള്ള ആളുകളുടെ ഇടയിൽ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഹല്ലേലൂയ സുവിശേഷകന്മാരുണ്ട്. In Bangalore, many of my friends, they are working amongst the transgenders. Praise the Lord. ഹല്ലേലൂയ. അവർക്ക് വല്ലാത്ത അവസ്ഥകൾ, പക്ഷേ അവരെയും കർത്താവിന് വേണമെന്നുള്ളത്, അവരിൽ ദൈവദാസന്മാർ വെള്ളപ്പോൾ കഴിയുമെന്നുള്ളത്, ആ അങ്ങനെ ഉള്ളവരെ പോലെ ദൈവത്തിന് വേണമെന്നുള്ളത്, കൃപ പകരപ്പെടുവാൻ ഒന്നും തടസ്സമല്ലെന്നുള്ളത്, നമ്മുടെ കണക്കൂട്ടലുകളെ ഭേദിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി കാണിച്ചത് എന്നും സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe that what has been said in Acts of Apostles, today also it is happening beyond the barriers, whether they are eunuchs or whether they are accepted unto God, the grace of God is working amongst them. ഹല്ലേലൂയ. അതിന്റെ കൺക്ലൂഷനിലേക്ക് എവിടെ കാണാൻ കഴിയും? എത്യോപ്യൻ, ഹല്ലേലൂയ, എത്യോപ്യനായ ഷണ്ണൻ അവന്റെ വഴിക്ക് പോയി പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട്, ഹല്ലേലൂയ, അസ്തോദിലേക്ക് പോയി നമുക്ക് കാണാൻ കഴിയും. We see that the Ethiopian went back to his way rejoicing, and Philip was moved to different places to the Holy Spirit. പ്രിയമുള്ളവരെ, നിന്നെ നിർജ്ജന പ്രദേശത്തേക്ക് വിട്ടെങ്കിൽ അവിടുത്തെ ശുശ്രൂഷ കഴിയുമ്പോൾ നിന്നെ അടുത്തടത്തേക്ക് കൊണ്ടുവരുവാൻ നിന്നെ കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് ബാധ്യസ്ഥനാണ്. If it is the Holy Spirit which has been brought to a place for the work of God, and once the work is over, the Holy Spirit is bound to take you back to the place where you are required. ദൈവം ശബ്ദം കേട്ട് കീഴ്പ്പെട്ടാൽ, അനുസരിച്ചാൽ, നീ വഴിയരികിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല, വിളിച്ചിട്ട് വഴി ഉപേക്ഷിക്കുന്നവരല്ല. അതേ പരിശുദ്ധാത്മാവ് ദൂതന്റെ കൽപ്പന പ്രകാരം പുറപ്പെട്ട ഫിലിപ്പോസിനെ അസ്തോദിൽ
അടുത്ത ഉണർവിലേക്ക്, അടുത്ത ക്രൂസൈഡിലേക്ക് എത്തിക്കാനായി ദൈവത്തിന്റെ വിശ്വസ്തതയാ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവരാ. എത്ര വിശ്വസിക്കാൻ കഴിയുന്നത്? He can take you back to the place like he did to Philip, and he was taken to the next revival for his plan. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ദിവസം നമ്മുടെ ഇടയിൽ ആരംഭിക്കുകയാണ്. The work of the Holy Spirit is starting amongst us. നമ്മൾ ഓരോരുത്തരോടും ആരംഭിക്കാൻ പോവുകയാണ്. It's going to work in each one of us. എത്ര വിശ്വസിക്കാൻ കഴിയും? How many of you believe this? നീ എതിർപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലൂടെ ഒരു വലിയ ഉണർവിന്റെ ഹല്ലേലൂയ, ഒരു വലിയ മാറ്റം വെളിപ്പെടുവാൻ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവത്തിന്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ, ദൈവത്തിന്റെ ചില അപ്പോയിന്റ്മെന്റ്സ് ചില വ്യക്തി ജീവിതങ്ങളിലേക്ക് ഈ ദിവസം ദൈവം അയക്കുകയാണ്. God is sending some blueprints, some of the plans of the God to certain individuals, and God is sending those plans to us. ഒരു നിമിഷം ഞാൻ സമർപ്പിച്ചാണ്. Let us submit ourselves. അല്ലാതെ ഡിവൈൻ അപ്പോയിന്റ്മെന്റ്സിനായി ദൈവത്താൽ നിയുക്തപ്പെടുന്ന ദൈവിക നിയോഗത്തിനായി, അത് ഉണർവിനായി ഒരു വ്യക്തിയുടേതാണെങ്കിലും കുടുംബങ്ങളുടെയാണെങ്കിലും ചില വ്യക്തി ജീവിതങ്ങളിലാണ് ഒരു കൂട്ടത്തിന്റെ ആണെങ്കിലും I need that of God, I need the divine appointment എന്ന് പറയുന്ന ഒരു നിമിഷം പ്രാർത്ഥിക്കുക. Let us call unto God and pray that God, whether it is for one person or for the group of revivals, God, if you have chosen me, appoint me, O God. വിളിച്ചിറക്കി ദൈവം വിശ്വസ്തനാണ്. And the God who has led us is faithful. അവന്റെ ശബ്ദത്തിൽ നാം കാതുകൊടുത്താൽ When we hear unto him, അവന്റെ ഉണർവിനെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ when we sit for the revival and prayer, ഈ വെള്ളിയാഴ്ചയിൽ വൈകിയ സമയത്ത് നാം തലമുറയുമായി ഒരുമിച്ചിരിക്കുക. we are going to sit with our generations this Friday. ഞാൻ പറയട്ടെ, നാം ദൈവത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത നിമിഷം ഒരിക്കലും നഷ്ടമല്ല. All the moments which we have invested in the presence of God, it won't be lost. ഒന്നും നോക്കണ്ട, ദൈവസന്നിധിയിൽ കടന്നു തലമുറയ്ക്ക് വേണ്ടി ഈ ദേശത്തെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം അല്പസമയം നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ഇത് ജീവിതത്തിൽ രൂപാന്തരമായി വെളിപ്പെടും. ഹല്ലേലൂയ. ദിവസങ്ങളിലായി ഒരു പ്രത്യേക സമർപ്പണം നമുക്കുണ്ടാകും. It is a life transforming for us when we are able to pray for our generation, we pray for this land. When we come together, it will be a great blessing for us. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ദിവസം നമ്മൾ ചിന്തിക്കേണ്ട, ഹല്ലേലൂയ, നിന്റെ സന്നിധിയിൽ ഞാൻ കടന്നു വന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ഹല്ലേലൂയ ഒരു ദൈവിക നിയോഗം വെളിപ്പെടുന്ന മണ്ഡലം തുറക്കപ്പെടുമെങ്കിൽ, നമ്മുടെ തലമുറ ആത്മനിർഭര ദൈവത്തെ ആരാധിക്കുമെങ്കിൽ, ദിവസങ്ങൾ കാണപ്പെടുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിശ്വസ്തത നമ്മിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരു സമർപ്പണത്തോടെ ദൈവത്തെ പറയാം, I need that divine appointment in my family. I need that divine appointment in my generation. തലമുറയിൽ എന്റെ കുടുംബത്തിൽ ആ ദൈവിക നിയോഗം എനിക്ക് ആവശ്യമാണ്. ഞങ്ങൾ പണം സമ്പാദിച്ച് മോർഗേജ് അടച്ച് ഇവിടെ ഒടുങ്ങുവാനല്ല, സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതി ചേർക്കപ്പെടുന്ന ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്ന ചില ആത്മാക്കളുടെ എണ്ണം എന്റെ പേരിനോട് ചേർത്ത് എഴുതി ചേർക്കുവാൻ ഒരു ദൈവത്തിന്റെ നിയോഗം എനിക്കുണ്ടാകണമെന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ഒരു ദൗത്യ നിർവഹണത്തിനായി ഒരു ദൈവിക നിയോഗത്തിനായി for a divine appointment. Hallelujah. For a revival. Let us pray. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് നമ്മുടെ സമർപ്പിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു.
സ്തോത്രം 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 കർത്താവേ ദൈവമേ സ്വർഗ്ഗീയ കർത്താവേ അടിയങ്ങളെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു അടിയങ്ങളെ തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപയോട് സ്തോത്രം ചെയ്ത് ഞങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ പാടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവത്തെ ശ്രദ്ധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവത്തിയാക്കിയ എല്ലാ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ അടിയങ്ങളെ കണ്ണിന്റെ ഇഷ്ടമുള്ള സൂക്ഷിച്ച് കഴിഞ്ഞ ആഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ആപത്തിനകത്ത് നിന്നൊക്കെ വിടുവിച്ച് കൃപയിൽ ഞങ്ങളെ കാത്ത ദൈവത്തിന് നന്ദി അടിയങ്ങൾ തിരുസന്നിധിയിലായി ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ കർത്താവേ. ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഞങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നോട് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ആ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനപ്പാഠവാക്യങ്ങളെ ദൈവത്തിനെ അറിയിപ്പാൻ ഇടയാക്കുന്നു കർത്താവേ. ഞങ്ങൾ കുഞ്ഞുങ്ങളെ രക്തം സൂക്ഷിച്ചു കൊള്ളണമേ, കൃപയിൽ പൊതിഞ്ഞു കൊള്ളണമേ കർത്താവേ. ഈ ലോകത്തിന് അന്യവരാതെ ദൈവത്തിന് പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുത്തെ ആകർഷണങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവേ. അങ്ങേ പ്രതിബിംബിച്ചത് അങ്ങയുടെ ഇഷ്ടപ്രകാരം ദൈവം അവരെ ഒരുക്കിക്കൊള്ളുവാനാകുമെന്ന് പ്രാർത്ഥിക്കുന്ന സാക്ഷ്യത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച് എല്ലാവർക്കായും കർത്താവേ നീ ഞങ്ങളെ പരിപാലിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ നടത്തുവാൻ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവരങ്ങളിലേക്ക് അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ ഞങ്ങൾക്ക് കൃപ ചെയ്ത് ദാസന്മാരെതിനായി ബലപ്പെടുത്തിയോട് സ്തോത്രം. ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ദൈവത്തിനാശ്രം വിശുദ്ധിയോട് നിർമ്മലതയോട് ജീവിക്കാമെന്ന് ഞങ്ങളെ ദിനത്തോടും നടത്തിക്കൊള്ളുവാനാകണമേ. കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കാലം ജീവിപ്പാനും ദൈവകൃപ ഞങ്ങളുടെ എല്ലാവരും കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ യാത്രകളിൽ കൂടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങേ പ്രതിബിംബിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സഹായിക്കണമേ. സഭയായി വ്യക്തിപരമായി ഞങ്ങളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളെ സഹായിച്ചാൽ കർത്താവേ നന്ദിയോട് സ്തോത്രം. ഞങ്ങളെ കുടുംബമായി കർത്താവേ വരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു കൊള്ളണം. അങ്ങയുടെ നാമത്തെ അങ്ങയുടെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുനാമഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Amin.